നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, വളരെ വിഷമത്തോടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, വീഡിയോ സ്കിപ്പ് ചെയ്യൽ 5 പേരുടെ ജീവൻ നമ്മളെ കയ്യിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ്. വളരെ ഈ 5 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഓരോ പേർക്കും ഓരോ പങ്കുണ്ട്. അവസാനം അയ്യോ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചനെ, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ, എന്തിനാണ് ഈ 5 പേര് ഒരുമിച്ച് ആത്മഹത്യ ചെയ്തത് എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മുൻപായിട്ട് ഞാനിത് പറയുന്നത്. നിങ്ങളെ 1 രൂപ വേണ്ട, 1 രൂപ സഹായിക്കണ്ട. പുള്ളിക്ക് ഒരു 7 സെൻറ്റ് സ്ഥലമുണ്ട്. കൂട്ടുകാരെ, ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, പെയ്ഡ് പ്രൊമോഷനും അല്ല, പൈസയും വാങ്ങിച്ചിട്ടില്ല. എന്നെ കൊണ്ടാവുന്ന ഒരു സഹായം. 5 പേരുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ രക്ഷപ്പെടട്ടെ. ആൾ ഒരു കൊറോണ സമയത്ത് വേറെ ഒന്നും, ആൾക്കൊരു 7 സെൻറ്റ് വസ്തുവുണ്ട്. ബാലരാമപുരം നെല്ലിവിള എന്നൊരു സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ നിന്ന് ഞാൻ 2 വീലറിൽ പോയപ്പം വിഴിഞ്ഞം തുറമുഖം 8 കിലോമീറ്റർ ഉള്ളൂ. ലോറി സൈറ്റാണ്. ആ വസ്തു ഒന്ന് നിങ്ങളൊന്ന് മേടിക്കുകയാണെങ്കിൽ തുച്ഛമായ വില, അതായത് ആ വസ്തുവിൻ്റെ തൊട്ടടുത്ത് നിന്ന വസ്തു 6 ലക്ഷം രൂപയ്ക്കാണ് കച്ചവടമായത്. പുള്ളിക്ക് അതിമോഹമൊന്നുമില്ല. ബാങ്കിലെ ബാധ്യത തീർത്ത് പുള്ളിക്കൊരു ചെറിയൊരു കിടപ്പാടം ഉണ്ടാകും. ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. 5 പേരാണേ, 2 മക്കളും അമ്മയും പുള്ളിയും വൈഫ് എല്ലാം ഉണ്ട്. നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റും. ഈ പോസ്റ്റ് മാക്സിമം പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് വസ്തു വാങ്ങിക്കാൻ വേണ്ടി നെട്ടോട്ടോടെയാണ്. കോടിക്കണക്കിന് രൂപ വച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാത്തവരും ഒരുപാടുണ്ട്. ഒരു സഹായം, നിങ്ങൾ 1 രൂപ സഹായിക്കണ്ട, ക്യാഷ് പരമായിട്ട് ഒന്നും സഹായിക്കണ്ട. പുള്ളിക്കാരൻ്റെ വസ്തു ഉണ്ട്, 7 സെൻറ്റ് സ്ഥലം, നല്ല മാർക്കറ്റുള്ള സ്ഥലമാണ്. എനിക്ക് 7 സെൻറ്റ് സ്ഥലമാണ്. ടോട്ടൽ 25 ലക്ഷം രൂപ വില പേശുള്ളത്. ആത്മഹത്യയുടെ മുമ്പ് നിൽക്കുന്ന ഒരു ഫാമിലിയെ നിങ്ങളെ കൊണ്ടാവുമെങ്കിൽ രക്ഷപ്പെടുത്ത്. നിങ്ങൾക്ക് ഈ പോസ്റ്റ് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊരു മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഞാൻ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യണമല്ല. എനിക്ക് നേരിട്ട് അറിയാവുന്നുള്ള കേസായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അഡ്വാൻസ് കൊടുക്കുന്ന ടൈമിൽ ഈ ബ്രോക്കർമാർ ത്രൂ ആണ് നടന്നത്. ഒരു കാരണവശാലും ബ്രോക്കർമാർ വിളിക്കല്ലേ. ഞാൻ വിളിക്കില്ലെന്ന് പറയല്ല, നല്ല ബ്രോക്കർമാരുണ്ട്. അവസാനം ഈ അഡ്വാൻസിൻ്റെ സെറ്റപ്പ് ആയ സമയത്ത് ഇവർ കഴുകന്മാർ ഇറച്ചി കഷണത്തിൽ അടികൂടും പോലെ ഇവർ തമ്മിലുള്ള വാക്കോതങ്ങളായി ആ കച്ചവടം പോയി. അവരെ ജീവൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഈ ബ്രോക്കർമാർക്ക് ഒരു പങ്കുണ്ട്. നമ്മൾ മനുഷ്യനായിട്ട് 70 അല്ലെങ്കിൽ 75 വർഷം വരെ ഈ ഭൂമിയിലുണ്ട്. ഈ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഒന്നും ഇടാതെ വരുന്നു, ഒന്നും ഇടാതെ പോകുന്നു, അത്രേ ഉള്ളൂ മനുഷ്യ ജീവിതം. പക്ഷേ നമ്മളിവിടെ ജീവിക്കുന്ന കാലം തൊട്ട് നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഷെയറിൽ കൂടെ ആ പുള്ളിക്കാരൻ്റെ വസ്തു കച്ചവടമായി. പുള്ളിയുടെ 5 പേരെ ജീവൻ നമ്മൾ രക്ഷിച്ചു. നിങ്ങൾ എത്ര പാവം ചെയ്താലും ആ പാവം എല്ലാം ദൈവം മറക്കും. അത് എൻ്റെ 100% ഉറപ്പാണ്. നല്ല പ്രോപ്പർട്ടിയാണ്, എനിക്കറിയാം. 7 സെൻറ്റ് സ്ഥലമാണ്. ബാലരാമപുരം വിഴിഞ്ഞം പോകുന്ന വഴിയിൽ, ലോറി പോകുന്ന വഴിയിൽ ലോറി സൈറ്റാണ്. 7 സെൻറ്റ് സ്ഥലം. 25 എനിക്ക് തോന്നുന്നു 4 ലക്ഷമോ 4-4.5 ലക്ഷം രൂപ ആവുന്നുള്ളൂ. ഇവിടെ മാർക്കറ്റുണ്ട്, റോഡ് സൈഡൊക്കെ 16-18 ഉണ്ട്. ഇവിടെ 6 ലക്ഷം വെച്ചാണ് തൊട്ടടുത്തുന്ന പ്രോപ്പർട്ടി പോയത്. പിന്നെ ഇവിടെ ഉള്ളവർ, ഇവിടുത്തെ ആൾക്കാരല്ല, ഇവർ പൊതുവേ ഒരു വസ്തു ഇവർക്ക് മോഹമുണ്ട്, അതുകൊണ്ട് വിൽക്കാൻ സമ്മതിക്കുന്നില്ല. മൊത്തം പ്രശ്നമാണെന്നേ. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചിടാം. മൊത്തം പുല്ല് പിടിച്ചിടയ്ക്കാണ്. ലോറി സൈറ്റാണേ. ജസ്റ്റ് വീഡിയോ അത് ക്ലിയർ അല്ല, ഞാൻ ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഒന്നുമില്ല. ഇപ്പോൾ ആൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാണ് റോഡ്, താഴോട്ട് ടെൻ്റാണ്. ഇത് ലോറി വരും. മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. കൊള്ളാം. നമ്മളെ കൊണ്ടാവുന്ന ഒരു സഹായം. നിങ്ങൾക്ക് പോസ്റ്റ് മാക്സിമം ഷെയർ ചെയ്യാം, ഗ്രൂപ്പിലിടാം. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുണ്ട്. വില പേശല്ലേ, വില പേശണമെന്ന് വെച്ചാൽ മാക്സിമം ഈ 25 കിട്ടിയെന്ന് വെച്ചാൽ ആളെ ബാധ്യത തീർത്തിട്ട് 2 മക്കളാണേ. അവർക്കൊരു ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് എന്തെങ്കിലും താമസിക്കണം. ഈ കൊറോണ കൊണ്ട് മൊത്തത്തിൽ മനുഷ്യൻ ആകപ്പാടെ നശിച്ചു. പുള്ളിക്ക് കയറി വണമെന്നുണ്ട്. ഞാൻ ആവുന്ന പോസിറ്റീവ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരൻ്റെ നമ്പർ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ വിളിക്കുക. ചുമ്മാ വില പേശി തരുമോ, 1 ലക്ഷത്തിന് രൂപ, 2 ലക്ഷത്തിന് രൂപ, അങ്ങനെ സംസാരിക്കല്ലേ. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. വിഴിഞ്ഞ തുറമുഖം 8 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് 2 ബിൽഡിംഗ് വയ്ക്കാം, റെൻറ്റിന് കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷനും ഇവിടെ ചെയ്യാൻ പറ്റും. ബാങ്കുകാരെ പ്രഷർ, പിന്നെ വീട്ടിൽ
കടക്കാരൻ അങ്ങനെ ബാങ്ക് ത്രൂവേ കടവുള്ളൂ, എന്നാലും ആൾക്കാരെ ഫേസ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ നല്ല പ്രൊഫൈലിൽ ജീവിച്ച വ്യക്തികളാണ്. അങ്ങനെ മൊത്തത്തിൽ ആളൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഞാൻ നമ്പർ കൊടുത്തേക്കാം. ലൊക്കേഷൻ വേണമുള്ളവർക്ക് അയക്കാൻ, ഞാൻ ലൊക്കേഷൻ അയക്കാം, നിങ്ങൾ നേരിട്ട് വന്ന് കാണാം. വെച്ചാൽ കോടിക്കണക്കിന് രൂപ ഉള്ളവർ എന്ത് ചെയ്യട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു 25 ലക്ഷം എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ടൊന്നും ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷെയർ അല്ലെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാക്സിമം വീഡിയോ ആൾക്കാരിലേക്ക് എത്താൻ പറ്റും. നമ്മളെ കൊണ്ട് ഒരു സഹായം, ഒരു വിരൽസ്പർശം, നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഈ കാണുന്ന വീഡിയോ കാണുന്നവർ 1 രൂപ, ചായക്ക് എത്ര 14 രൂപ, കടിക്കെത്ര 14 രൂപ, ഒരു നേരത്തെ ചായ കൂടി മാറ്റി വെച്ചിട്ട് ആ പൈസ കഴിച്ച് ഒരു 2 ലക്ഷം രൂപ, 2 ലക്ഷം മനുഷ്യർ കൈ കോർത്താൽ സിമ്പിളായിട്ട് തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഈ ആത്മഹത്യ? 70 വർഷം 75 വർഷം ഈ ഭൂമിയിലുള്ളൂ. തൂക്കിക്കൊല്ലാനൊന്നും പോകണില്ല, കൂടിപ്പോയാൽ ജയിലിൽ കൊണ്ടിടും. അത് കുഴപ്പമില്ല, 3 നേരം ഫുഡും അവിടെ നിങ്ങൾക്ക് ജോലിയും കിട്ടും, 600 രൂപ ശമ്പളവും കിട്ടും. അങ്ങനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷേ മനുഷ്യൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഞാനായാലും ഡിപ്രഷൻ സ്റ്റേജ് പറഞ്ഞപ്പോൾ എൻ്റെ മോട്ടിവേഷൻ വീഡിയോ തന്നെ ഞാൻ കാണേണ്ട ഒരു അവസ്ഥ എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങൾ ഈ മാക്സിമം ഈ കോടിക്കണക്കിന് രൂപ വച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് നിങ്ങൾ വാങ്ങിച്ചെടുക്കും. 100% നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. ബെനിഫിറ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അറിയാമല്ലോ, നമ്മൾ ഈ വസ്തുവിൻ്റെ കച്ചവടമാകുമ്പോൾ അടുത്തുള്ള നാട്ടുകാരൊക്കെ നെഗറ്റീവാണ്. അത് ഞാൻ നോക്കണില്ല. അവർക്ക് ചുമ്മാ എഴുതി കൊടുത്താൽ അവർക്ക് അത്രയും നല്ലത്. ഞാൻ കൊടുക്കില്ല, ഞാനല്ല, ആ പുള്ളിക്കാരൻ കൊടുക്കില്ല. അപ്പം മാക്സിമം ഒന്ന് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് ഗ്രൂപ്പുകളിലും അവരെ കിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 പേരെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത പാവങ്ങളൊക്കെ ഇതോടെ തീരും. ഓക്കെ കൂട്ടുകാരെ, അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അത്രയും പ്രശ്നമായതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനിപ്പോൾ വീഡിയോ ഞാൻ ചെയ്ത പ്രോപ്പർട്ടിൻ്റെ വീഡിയോയ്ക്ക് ഏകദേശം കച്ചവടമായി. എന്നെ അറിയിച്ചില്ല, കുഴപ്പമില്ല. ഞാൻ ക്യാഷ് ഉള്ള അതിമോഹം കൊണ്ടൊന്നുമല്ല, അവർക്കൊരു ഹെൽപ്പ്. പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ ആണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ക്യാഷ് വാങ്ങിച്ചിട്ടോ പ്രൊമോഷൻ വീഡിയോ, പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഒരുപാട് കൊളാവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വേണ്ട, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. ദൈവം എന്നൊരു ശക്തി മുകളിലുള്ളതുകൊണ്ട് പട്ടിണിയില്ലാതെ ജീവിച്ചാൽ മതി. ആർക്കും ഒരു പ്രശ്നമില്ലാതെ, ഒരു അസുഖമില്ലാതെ, മനസ്സമാധാനത്തോടെ. അപ്പോൾ മാക്സിമം കൂട്ടുകാരെ, ഇത് മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ 1 രൂപ വെച്ചിട്ട് കഴിച്ചു കൊടുത്ത് 2 ലക്ഷം പേര്. സിമ്പിൾ. ഇതേപോലെ നമുക്ക് ആ ഫാമിലി മാത്രമല്ല, നമ്മൾ ഒരുമിച്ച്, നമുക്ക് കൊറോണ വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഇത്രയും പ്രശ്നം വന്നപ്പോൾ നമ്മുടെ മലയാളികൾ ഒരുമിച്ച് വന്നു. എന്ത് പെട്ടെന്നാണ് ഇതെല്ലാം സെറ്റായത്. അതുപോലെ തന്നെ ഈ ഫാമിലിയെ പോലെ തന്നെ ഒരുപാട് ഫാമിലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വെറും 1 രൂപ. ഒരു ചായക്ക് 14 രൂപ. ഒന്ന് ഓർത്ത് നോക്കിയാണ്. ഒരു ചായ വേണ്ട ഒരു നേരം, ആർക്കാ അയച്ചുകൊട്. അത് വേണ്ട. നിങ്ങൾ ഈ വസ്തു എങ്ങനെയെങ്കിലും നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ നമ്പർ കൊടുത്തേക്കാം, ലൊക്കേഷൻ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു.